നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാറ് പറഞ്ഞതാ ശരി. ഞാനും അതിനെപ്പറ്റി ഇപ്പോഴാ ആലോചിച്ചു. നമ്മളെ ശത്രുക്കൾക്ക് ചിരിക്കാനുള്ള വകയായനെ. പക്ഷേ ആരോ മറിഞ്ഞു നിന്ന് കളിക്കുന്നുണ്ട് സ്വാമി. വിശാല് അല്ലാതെ പിന്നെ ആരാ? പിന്നെ സാറിന്റെ സ്വന്തം സഹോദരി. അതാ എനിക്ക് തോന്നണം. ശത്രുക്കളെ അങ്ങനെ ജയിക്കാൻ അനുവദിക്കരുത് സാർ. എത്രയും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളങ്ങ് തീർന്നു എന്ന് കരുതും എല്ലാവരും. അതിരിക്കട്ടെ, എന്തായി സ്വാമി മാറുവാടിയുടെ കയ്യിൽ നിന്നും പലിശക്ക് പണം എടുക്കുന്ന കാര്യം? അത് നടക്കുമോ? നടക്കാതെ പിന്നെ എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ലേഡിയാണ് ഫണ്ട് ചെയ്യണമെന്ന്. അവര് നമ്മളെ പറ്റിയൊക്കെ അന്വേഷിച്ചു. സാറിനെ പറ്റി അറിഞ്ഞപ്പം നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ഏത് സമയത്തും തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ചില ഡോക്യുമെന്റുകളിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഏത് ഡോക്യുമെന്റ്സ് വേണമെങ്കിലും സൈൻ ചെയ്യാം. ഒന്ന് തലയുയർത്തി പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. എത്രയും പെട്ടെന്ന് സ്വാമി അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഒന്നിനു പുറകെ ഒന്നായുള്ള തിരിച്ചടികൾ അതെനിക്ക് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചെയ്യാം സാർ. ഇന്ന് തന്നെ അവരെ വിളിച്ച് ഡോക്യുമെന്റുകൾ ശരിയാക്കാൻ പറയാം. സ്വാമി തന്നെ എല്ലാം നോക്കിയും കണ്ടും ചെയ്യണം. ആരുടെയും മുന്നിൽ പോയി കൈനീട്ടി നിൽക്കാൻ എനിക്ക് വയ്യ. ഒന്നും വേണ്ട. ഞാൻ കൊണ്ടുവരുന്ന ഡോക്യുമെന്റുകളിൽ സാറൊന്ന് ഒപ്പിട്ട് തന്നാൽ മതി. ബാക്കിയൊക്കെ ഞാനേറ്റു. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നില്ല നിത്യക്കുട്ടി, ആ 15 സെന്റ് സ്ഥലത്തിന്റെ കാര്യം മുത്തശ്ശി ഇടയ്ക്ക് ഓർമ്മിപ്പിക്കണമെന്ന്. ഇപ്പൊ മുത്തശ്ശി പറയും നീ കേട്ടില്ലേ? സോമൻ അച്ഛനും ഭാമിനി അമ്മച്ചിക്കും കുറച്ച് ദിവസമൊക്കെ പണയം വെക്കാൻ അതിന്റെ ആധാരം ചോദിച്ചെന്ന്. നേരാണോ മുത്തശ്ശി? ആ, സോമൻ ആ ജ്യോതിശാലയും ഒരു വലിയ കെട്ടിടത്തിൽ നടത്തണമെന്നോ എടുക്കണമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ഞാൻ ഈ കാര്യം പറഞ്ഞെന്ന് അവരെ അറിയണ്ട കേട്ടോ. നിങ്ങളോട് പോലും പറയരുതെന്നാ പറഞ്ഞത്. ഞങ്ങളറിയാത്ത എന്ത് രഹസ്യ ഇടപാടാ? അതും ഞങ്ങൾക്ക് അവകാശപ്പെട്ട 15 സെന്റ് സ്ഥലത്ത്. കൊച്ചേ, സോമൻ ഒരു മഹാമന്ത്രവാദിയാ. പിണക്കാനൊന്നും പോണ്ട. എന്തേലും കൂടോത്രമോ കൊനഷ്ടോ ചെയ്ത് ഈ കുടുംബം കുളം തോണ്ടും. ആധാരം ഞാൻ കൊടുക്കാതിരുന്നാ പോരെ? അത് മതി. എന്നിട്ട് എത്രയും പെട്ടെന്ന് മുത്തശ്ശി അത് ഞങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തായിരുന്നു. ആ, അപ്പൊ പിന്നെ ഇക്കാര്യം പറഞ്ഞ് അവര് മുത്തശ്ശി ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ലല്ലോ. അതെ. അല്ലെങ്കിൽ തന്നെ ഈ പ്രായത്തിൽ മുത്തശ്ശി എന്തിനാ ഇങ്ങനത്തെ ടെൻഷനൊക്കെ എടുക്കുന്നത്? എങ്ങാനും വീണുപോയാ ഞങ്ങൾ രണ്ടുപേരല്ലേ കാണൂ. സ്വന്തം മോനും മരുമോളും ദേവിയൊക്കെ നോക്കുമെന്ന് മുത്തശ്ശി കരുതുന്നുണ്ടോ? അതില്ല. എന്നെ നോക്കാൻ എന്റെ ശരത്തുമോനും നിത്യമോളും മാത്രമേ ഉണ്ടാവൂന്ന് മുത്തശ്ശിക്ക് അറിയാം. പിന്നെ ബാമിനിയും സോമനും ചോദിച്ചപ്പോ അറുത്ത് മുറിച്ചില്ല എന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ഒരു ഒഴുക്കം മട്ടിലങ്ങ് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ആർക്കും ആശ കൊടുക്കരുത് മുത്തശ്ശി. ആശ കൊടുത്തിട്ട് നമ്മളത് കൊടുക്കാതിരുന്നാ അത് പിന്നെ ഒരു വൈരാഗ്യമാവും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ലേ മുത്തശ്ശിയുടെ സ്വന്തം അനിയത്തി. ശരത്തുമോനെ, ബാമിനി എന്റെ അനിയത്തിയൊക്കെ തന്നെയാ എന്ന് കരുതി കണ്ണും പൂട്ടി ആധാരം അങ്ങ് കൊടുക്കാൻ പറ്റുമോ? നിശ്ചയിച്ച് ഉറപ്പിച്ച കല്യാണത്തിന്റെ തലേന്ന് കയ്യിൽ കിട്ടിയതെല്ലാം വാരിപ്പെറുക്കി ഈ സോമന്റെ ഒപ്പം നാട് വിട്ടവളാ ബാമിനി. കുടുംബത്തെ മൊത്തത്തിൽ നാണം കെടുത്തി അവളെ ആകെ ചേർത്ത് പിടിച്ചു നിർത്തുന്നത് ഞാൻ മാത്രം. അല്ല, അതിന്റെ ഒരു സ്നേഹമൊക്കെ എന്നോടും ഉണ്ട്. എന്നാലും മുത്തശ്ശി അങ്ങ് പറഞ്ഞാ മതി. ഞാനത് എന്റെ പിള്ളേർക്ക് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് പോയി ചോദിക്കാം. അതാണ്. ഇതൊക്കെ എനിക്ക് തറപ്പിച്ചു പറയണമെങ്കിലേ കല്യാണത്തിന്റെ ഒരു തീയതി പറയണ്ടേ? അടുത്ത ആഴ്ച നടക്കുന്നു, പിന്നത്തെ ആഴ്ച നടക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? ശരത്തേട്ടാ, ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ശരത്തേട്ടനാ. ആ, എല്ലാം കൈവിട്ടു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണായ 15 സെന്റ് സ്ഥലമാ മുത്തശ്ശി നമുക്ക് തരാൻ പോകുന്നത്. അത് വെച്ച് നമുക്കൊരു ബിസിനസ് തുടങ്ങിക്കൂടെ? കല്യാണ തീയതി
അത് ഏറ്റവും അടുത്ത ദിവസം ഞാൻ തന്നെ കുറിപ്പിച്ചോളാം. അത് മതി. മോളെ, അമ്മേ, എന്താ അമ്മ ഇത്? കുറച്ച് ചീമച്ചേമ്പും മധുരക്കിഴങ്ങും പിന്നെ നമ്മുടെ തൊടിയിന്ന് പറിച്ച കുറച്ച് ഇഞ്ചിയുണ്ട്. ആഹാ, അടിപൊളി. അല്ല, നിരഞ്ജന എവിടെ മോളെ? ഇവിടെ ഉണ്ട് അമ്മ. അമ്മ വാ. അല്ല, സാറില്ലേ ഇവിടെ? ജയശങ്കർ സാറ് ഉണ്ട്. ഡാഡി മുറിയില്ല. എന്താ അമ്മ? അല്ല, ഒന്നുമില്ല. അമ്മ വാ. ഇതാണല്ലേ മോളുടെ അമ്മ? നല്ല പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലത്തെ മുഖം, പൗർണമിക്കല്ല. ആ സൗന്ദര്യവും അമ്മ നിലാവിന്റെ സ്നേഹവും ഒന്നും അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാതായി പോയി എനിക്ക്. അല്ലെങ്കിലും നഷ്ടപ്പെടുമ്പോഴാണല്ലോ അമ്മ നമുക്ക് ചിലതിന്റെ വില അറിയുന്നത്. വാ അമ്മ. അമ്മ ഇരിക്കെ. ആഹാ, സാമ്പ്രാണിക്കൊടി വെള്ളം വീണ്ടും വന്നോ? അതിന് അപ്പച്ചിക്ക് എന്താ? അയ്യോ, ഒന്നുമില്ലേ. എന്താണാവോ ആഗമന ഉദ്ദേശം? അല്ല, അത് പിന്നെ മോളും മോനും ചേർന്ന് ഒരു കുഞ്ഞ് ആശുപത്രി. ഓ, ക്ലിനിക്ക്. തള്ള വലിച്ചു നീട്ടി പറഞ്ഞ് ലാഗടിപ്പിക്കണ്ട. അതെ, ക്ലിനിക്ക്. അത് തുടങ്ങാൻ എന്തോ ചില പ്രശ്നമുണ്ടെന്നറിഞ്ഞു. ഓ, എന്നാലാകാവുന്ന എന്തെങ്കിലും ഒരു സഹായം. ഓ, ചെയ്യാമെന്ന് കരുതി വന്നതാണല്ലേ. വെരി ഗുഡ്. അല്ല, എന്താ ഈ സഞ്ചിയില്? കാശാണോ? നിങ്ങൾക്കെന്താ ദുബായിലോട്ടോ അടിച്ചോ? കിഴങ്ങ്. അയ്യോടാ, ആശുപത്രി തുടങ്ങാൻ മൂലധനം ശീവചേമ്പിന്റെ കിഴങ്ങ്. അത് കലക്കി. അപ്പച്ചി